നമ്മളങ്ങനെ ഫിനിക്സ് സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫിനിക്സ് എന്ന് പറയുന്നത് അരിസോണയിലെ സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ് വെഗാസ് പോവാം. ലാസ് വെഗാസ് എന്ന് പറയുമ്പോൾ നൈറ്റ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യണം, തിരിച്ച് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ ജേക്കബ് പറഞ്ഞു നമുക്ക് ഇവിടെ, ജേക്കബ് പറഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടറാണ്, പുള്ളി നോക്കിയിട്ട് പറഞ്ഞു നാളെ ഇവിടെ എയർ ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഫിനിക്സ് എയർ ഷോ, അതായത് മാർച്ച് 21. അപ്പോൾ അതൊരു വണ്ടർഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എയർ ഷോയ്ക്ക് പോവാണ്. നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ വണ്ടി വരും. നമുക്ക് ആ എയർ ഷോ 1910 മുതലുള്ള ഫേമസ് ആയിട്ടുള്ള എയർ ഷോയാണ്. നമുക്ക് എന്തൊക്കെ വീട്ടിൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. സീ യു. അങ്ങനെ നമ്മുടെ യൂബർ എത്തിക്കഴിഞ്ഞു. യൂബറിൽ ഇത് രാവിലെ യൂബറിൽ നിന്ന് നേരെ യൂബറിൽ കയറാൻ വേണ്ടി ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുകളിൽ കൂടി ഒരു ഹെലികോപ്റ്റർ സാധനം. ഞങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ എന്തെങ്കിലും ഒരു ട്രയൽ നടക്കുകയാണെന്നു. ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ തൊട്ടടുത്ത് അടുത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചു. ഇത്തിരി താഴ്ന്ന പറക്കണേ. അപ്പോഴാണ് പറഞ്ഞത് ഇത് ആമസോണിൻ്റെ ഡ്രോൺ ഡെലിവറി. പിന്നെ അതിലും ആളുകൾക്ക് ഇനിയിപ്പോൾ ജോലിക്കാരെ വേണ്ട. സാധനം ഓർഡർ ചെയ്യുക, സാധനം വീട്ടിൽ ഡ്രോൺ വീട്ടിൽ സാധനം എത്തിക്കൊണ്ട് വരും. എൻ്റെ ദൈവം, ഇനി എന്തെല്ലാം കാണണം. നോക്കട്ടെ, ഞങ്ങൾക്കത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അടുത്ത് നോക്കാം അല്ലേ, പറ്റുകയാണെങ്കിൽ എടുക്കാം, പറ്റുകയാണെങ്കിൽ ചാമ്പാം. ഓക്കെ, ഡൺ. Have you been to the air show, sir? Have you been to the air show? I have. How is that? What is the experience? It's pretty amazing. It's pretty cool. Oh, really? Yeah, it shows like newer jets, older jets. Wow. Yeah, but it's a good experience. Definitely a good experience. So, ഞങ്ങൾ പതിയെ എയർ ഷോ നടക്കുക. എയർ ഷോൻ്റെ അവിടെ പ്രോപ്പർ പാർക്കിങ്ങിന് $45 പ്ലസ് ടാക്സ്. അപ്പോൾ വിചാരിച്ചു അവിടെ ഒരു പെട്രോൾ പമ്പിൽ 20 രൂപയുള്ളൂ. ഒരു 10 മിനിറ്റ് നടപ്പ് പോവും, കാശ് ലാഭിക്കാം. ഓക്കെ അല്ലേ? US മിലിറ്ററിയുടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആയിരുന്നു. ഒരു 3 മണിക്കൂറോളം ക്യൂവിൽ നിന്നു. നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ബോഡിയും ഫോട്ടോയും ഒക്കെ എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് ജസ്റ്റ് പുറത്തേക്ക് ഇരിക്കുന്നുള്ളൂ. ഭയങ്കര ടയർഡായി. പോകുന്ന വഴിക്ക് പഴയ ഫ്ലൈറ്റ്സ് ഒക്കെ കുറേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. ഇത് നോക്കി, അരിസോണയുടെ തനത് കാക്ടസ്. എത്ര തരത്തിലുള്ള കാക്ടസുകളാണ്, പല രീതിയിലുള്ള. നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ അപ്പുറം ഒരുപാട് പിടിച്ച് കിടക്കുന്നതാണ്. നല്ല ഭംഗിയിൽ വെച്ചേക്കാണ്. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് നിറച്ച് ഇങ്ങനെ ഇവരുടെ മിലിറ്ററി പ്ലെയിൻസ് ഇങ്ങനെ നിരത്തിയിട്ടേക്കുക. ഈശ്വര, ഇവിടെ കുറേ മിസൈലുകൾ നിരത്തി വെച്ചേക്കുക. എൻ്റെ ദൈവം, എന്തൊക്കെ പേര്. ഇതെല്ലാം നിറച്ച് ഗിഫ്റ്റുകളൊക്കെ ഇവിടെ വരുന്നവർക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ 20 years ജോലി ചെയ്താണെന്ന് പറഞ്ഞു പല പല സ്ഥലങ്ങളിൽ. അതിൽ നിന്ന് ഒരു പേനയൊക്കെ എടുത്തു കേട്ടോ. സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടി മിസൈലുകളെല്ലാം മേടിക്കാം നമുക്ക്, ഷോയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ. ഇത് N163M സ്റ്റൈലൻ ഫ്ലൈറ്റാണ്. രസമായിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പറമ്പ് മുഴുവൻ ഓട്ടോറിക്ഷ ഇട്ടേക്കണ പോലെ ഫ്ലൈറ്റിൽ ഇട്ടേക്കുക നിറച്ച്. ഇങ്ങനെ മനുഷ്യരിങ്ങനെ ഒഴുകുക. You were in that particular seat for 20 years. That plane, it's a trainer. So the teacher would sit in the back and the student in the front. Wow, it's a very beautiful one. ശേഷം ഫുഡ്, ഹോട്ട് ഡോഗ്സും സാൻഡ്വിച്ചസും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ രാവിലെ കട്ടിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. ഇവിടെ എല്ലാവരും പല പല ഷോപ്പുകൾ, അതായത് നമ്മുടെ ഈ ഓരോ റെജിമെൻറ്റ്സ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഓരോ റെജിമെൻറ്റ്സിൽ അവരുടെ സാധനങ്ങളും അവരുടെ ബാഡ്ജും. ചിലതൊക്കെ ഫ്രീ ആണ് കേട്ടോ, ചിലതൊക്കെ ചെറിയ പൈസ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് വാങ്ങാം. എന്ത് പ്രൗഡായിട്ടാണ് അമേരിക്കൻസ് അവരുടെ ഇതൊക്കെ ഷോക്കേസ് ചെയ്യണേന്ന് നോക്കി. മിലിറ്ററി ഡ്രസ്സ് വാങ്ങാം, എല്ലാ സംഭവം ഉണ്ട്. യൂണിഫോം വാങ്ങാം, എല്ലാം സൂപ്പറായിട്ട് ചെയ്യാം. ഇനി അങ്ങോട്ട് US മിലിറ്ററിയുടെ ലാൻഡ് വെഹിക്കിൾസിൻ്റെ വലിയൊരു കളക്ഷനാണ്. ഒരു പഴയ മോഡൽ സ്കൂട്ടർ, അതിനകത്തൊരു ഗണ്ണൊക്കെ വെച്ചിട്ട് സൈറ്റിലൊരാക്കിയിരിക്കുക.
അങ്ങനെ വളരെ അതിനുശേഷം തൊട്ടപ്പുറത്ത് തന്നെ കുറേ ബസ്സുകൾ വാഹനം കിടക്കുന്നുണ്ട്. എല്ലാം തന്നെ സ്റ്റൈലോ, ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോഴും അവർ ഈ പഴയ മോഡൽസ് എല്ലാം ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുക. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു ജീപ്പ് നല്ല സ്റ്റൈലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുക, ഈ വണ്ടികളൊക്കെ ഏതെല്ലാം രാജ്യത്തൊക്കെ പോയി യുദ്ധം ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ വിയറ്റ്നാമിൽ പോയിട്ടുണ്ടാവും, ഇറാഖിൽ പോയിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്തേക്കുന്ന വണ്ടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും US മിലിറ്ററി കീപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ല, ഒരു സ്ഥലത്ത് നമുക്ക് കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഒരു പഴയ മോഡൽ കാറ്, അതൊരു കവേർഡ് വണ്ടിയാണ്. അതെല്ലാം കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും പോയി. അപ്പോൾ ആളുകൾക്കൊക്കെ നമുക്ക് ടച്ച് ചെയ്യരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് മറ്റൊരു ജീപ്പാണ്. ആ ജീപ്പ് നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല സ്പേസിൽ. അപ്പോൾ ആളുകളെല്ലാം വന്ന് ഫോട്ടോ എടുക്കുകയും ഇത് നോക്കി ഒരു ഗണ്ണ് വിത്ത് ഒരു സാധനം. അങ്ങനെയൊക്കെ ഒരു ദിവസം മുഴുവൻ നമുക്ക് കിടന്ന് കാണാനുള്ള വണ്ടികൾ അവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് ഫയർ എഞ്ചിനുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫയർ വെഹിക്കിൾസിൻ്റെ ഒരു വലിയ കളക്ഷൻ. എന്ത് സ്റ്റൈലായിട്ടാ! ഇതൊരു പഴയ വെഹിക്കിളാണ് കേട്ടോ. നോക്കട്ടെ, ഇത് 1957 മോഡലാണ്. അത്രയും പഴയ മോഡൽസൊക്കെ അവരിപ്പോഴും നല്ല സ്റ്റൈലിഷ് ആയിട്ട് കീപ്പ് ചെയ്തേക്കുക. കണ്ടോ, എന്ത് രസമായിട്ട് തുടച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കുക, നല്ല രസമായിട്ട്. അപ്പോൾ എല്ലാ വെഹിക്കിളും അങ്ങനെ കീപ്പ് ചെയ്ത്. ഇത് വേറൊരു മോഡൽ ഫയർ എഞ്ചിൻ. ഇതിൻ്റെ ഏകദേശം ഏണിയൊക്കെ ഇപ്പോഴും മരത്തിൻ്റെ തന്നെയാണ്, എങ്കിലും നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കളക്ഷൻ വെഹിക്കിൾസ് ഒരു ഗ്രൗണ്ട് മുഴുവൻ കൊണ്ടുവന്ന് ഇട്ടേക്കുക. ദിവസം മുഴുവൻ കാണാം, നമുക്ക് സ്റ്റൈലിഷ് ഫോട്ടോസൊക്കെ എടുക്കാം. ഭയങ്കര രസമായിരുന്നു വണ്ടികളുടെ കളക്ഷൻ. ഇത് ആരിസോണ കാർഡിനാൾസ് എന്ന് പറയുന്ന ഇവരുടെ ഫുട്ബോൾ ടീമിൻ്റെ ഫ്ലൈറ്റാണ്. ഇവർക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു ടീമാണ്. ഇവരുടെ സ്റ്റേറ്റിൻ്റെ ടീമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സച്ചിനും കോഹ്ലിയൊക്കെ പോയ ഫ്ലൈറ്റ്, അവർക്ക് ടീമിനൊരു ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമോ അതേ ഒരു ഇതാണ്. ഒത്തിരി ആൾക്കാർ അത് കാണാൻ വേണ്ടിയിട്ട് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. വലിയൊരു ഫ്ലൈറ്റാണ്. അത് ഇവിടെ അത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു അമ്പലപ്പറമ്പിൽ വന്ന പോലെയുണ്ട്. പല രീതിയിലുള്ള ഫുഡുകളും പരിപാടികളും. കണ്ണട മേടിക്കാത്തവർക്ക് ഇവിടെ വന്ന് കണ്ണട മേടിക്കാം. ഭയങ്കര വെയിലാണ്. നേവിയുടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പല ടൈപ്പ് ഫ്ലൈറ്റും ഹെലികോപ്റ്ററും പാറ്റേൺ ടാഗും ഒക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. ഇവിടെ എല്ലാവരും കുറേ മനുഷ്യരെല്ലാവരും കൂടെ തണലിന് വേണ്ടി ഫ്ലൈറ്റിൻ്റെ അടിയിൽ വന്നിരിക്കുക കേട്ടോ. ഒരു അച്ചായൻ്റെ വണ്ടിയുടെ ടയറിലാണ് ചാരിയിരിക്കുന്നത്, ഒരു ഈസി ചെയർ പോലെ. ഇതാണ് ഫ്ലൈറ്റിൻ്റെ അടിഭാഗം. ഇങ്ങനെ ഇരിക്കുക ഏകദേശം. എൻ്റെ ടയർ ഇങ്ങനെ വലിയ ടയർ കേട്ടോ. ഈ ഭാഗത്ത് നിന്നായിരിക്കണം ബോംബൊക്കെ ഒരു പിടിക്കുന്നത്. ഇത്രയും വലിയ സംഭവമാണ്. മോളിക്കൂടി പോകുമ്പോൾ കൊച്ചു താമേ തോന്നുള്ളൂ. ഇത് കൊള്ളാം. അല്ല, കിടു ഒരു ഫ്ലൈറ്റ് കേട്ടോ, ഹെലികോപ്റ്റർ. ഇത് കാണാനുണ്ട് മോനെ, സൂപ്പർ ഹെലികോപ്റ്റർ. 5 പേർ പിടിക്കാം. സെന്റിമെന്റൽ ജേണി. ഒരു പെണ്ണിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും എന്താണെന്നറിയില്ല, ഇത്ര സെന്റിമെന്റൽ ജേണിയുടെ മുഴുവൻ കഥയും അവർ നമുക്കവിടെ പറഞ്ഞു തന്നു. ഇത് 1944 ബോയിങ്ങിൻ്റെ B-70 എന്ന് പറയുന്നൊരു ബോംബർ വിമാനമാണിത്. കാണാനൊക്കെ ഭംഗിയാണെങ്കിലും സംഭവം ഒരു മിലിറ്ററി ഫ്ലൈറ്റ് തന്നെയാണ്. അത് ഭയങ്കര സ്റ്റൈലിഷായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഒത്തിരി ഉപയോഗിച്ച ഒരു മോഡലാണ് ഇത്. ഇവരുടെ ഒരു ഭയങ്കര ഒരു പ്രസ്റ്റീജ് മോഡലാണ്. എല്ലാ പരിപാടിക്കും ഇവർ കൊണ്ട് കാണിക്കുകയും എല്ലായിടത്തും ഇതിപ്പോഴും പറക്കുന്ന മോഡലുകൾ 3 എണ്ണം ഉണ്ട് ഇവരുടെ കയ്യിൽ. അപ്പോൾ ഏത് ഷോയ്ക്ക് പോയാലും ഈ സെൻറ്റിമെൻ്റൽ ജേണി ഒരു ഭയങ്കര ഐറ്റമാണ്. AF 947 ഇതാണ് ഈ മോഡലിൻ്റെ പേര്. വലുതാട്ടോ, അടിപൊളി.
aboard, get the information, and you can take a ride in some of these amazing pieces of history. Great to have. Enemy air raid. Pearl Harbor, this is not a drill. Yes, we're taking you back to 7:55 a.m. Coming Raiders. ഇനി അങ്ങോട്ട് വളരെ രസകരമായ ഒരു ഷോയാണ് നടക്കാൻ പോകുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതും അതിനുശേഷം അമേരിക്ക അവിടെ പോയി പ്രതികാരം ചെയ്യുന്നതുമായിട്ടുള്ളതിൻ്റെ ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ പോലെ കുറേ ഇവൻറ്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ അന്ന് പൈലറ്റ് മറ്റത്തിൽ സംസാരിച്ചതും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെല്ലാം അവർ രണ്ടാമത് പുനരാവിഷ്കരണം ചെയ്തിട്ട് നടത്തുന്നൊരു ഷോയാണ്. വളരെ രസമായിട്ട് തോന്നി. ശരിക്കും യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു ആ സമയത്ത് അവിടെ. ഞങ്ങളെ തണലിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കിറങ്ങി ഫ്ലൈറ്റിൻ്റെ അടിയിൽ വന്ന് ഇരിക്കുകയാണ്. ഓക്കെ ഫ്ലൈറ്റ് എടുക്കുന്നത് പോകണമെന്ന് തണലത്തിരിക്കുക.